ഇപ്പം ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുകയാണെങ്കിൽ 3 സ്റ്റേജിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് പേഷ്യൻസിന് യൂഷ്വലി മെഡിക്കേഷൻസും കാര്യങ്ങളും മതി. അവർക്ക് ഇപ്പോൾ മെഡിക്കേഷൻസ് ലൈക്ക് ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഡ്രഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്താൽ തന്നെ അത്യാവശ്യം ബെറ്റർ ആവാറുണ്ട്. പേഷ്യൻസിന് മൊബിലിറ്റി ആണ് ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഫ്രോസൺ ഷോൾഡറിൽ. അപ്പോൾ മൊബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാനാണ് കൂടുതൽ മെയിനായിട്ട് ടാർഗറ്റ് വെക്കുക. ഇനി ഫ്രോസൺ ഷോൾഡർ എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചാൽ ഇനി മോസ്റ്റ് ഓഫ് ദ കോമൺ ഇസ് അൺനോൺ ഇറ്റിയോളജി എന്നാണ് പറയുന്നത്. Hello everyone, myself Dr. Anurag Nair, consultant orthopedics, trauma, arthroscopic and joint replacement surgeon, working at Marka Diagnostics and Polyclinic Thrissur. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഫ്രോസൺ ഷോൾഡറാണ്. ഫ്രോസൺ ഷോൾഡർ കോമൺലി നമ്മൾ ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് ഷോൾഡർ എന്നാണ് പറയാം. ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ എൻ്റെ ഒ പി ഡിയിൽ വരുന്നത് യൂഷ്വലി ഷോൾഡർ പെയിൻ ആയിട്ടാണ് വിത്ത് റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. കാരണം അവരുടെ മൂവ്മെൻറ്റ്സ് ആർ ഷോൾഡറിൻ്റെ അത്യാവശ്യം തടസ്സപ്പെടാറുണ്ട്. കൈ പൊക്കാനും കൈയിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സ് അത്യാവശ്യം ഷോൾഡറിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഈ ഷോൾഡർ പെയിൻ നമ്മളെ ഫ്രോസൺ ഷോൾഡർ പേഷ്യൻസിന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ ആ കൈയോട് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ഒ പി ഡിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യും ക്ലിനിക്കലി. ഒരു അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് ഓഫ് ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അവരെ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുകയാണെങ്കിൽ 3 സ്റ്റേജിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് പേഷ്യൻസിന് യൂഷ്വലി മെഡിക്കേഷൻസും കാര്യങ്ങളും മതി. അവർക്ക് ഇപ്പോൾ മെഡിക്കേഷൻസ് ലൈക്ക് ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഡ്രഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്താൽ തന്നെ അത്യാവശ്യം ബെറ്റർ ആവാറുണ്ട്. പിന്നെ ഹോട്ട് ഫോർമെൻറ്റേഷൻ വിത്ത് വാട്ടർ ബാഗും പിന്നെ ഐസ് പാക്ക് അപ്ലിക്കേഷൻസ് എല്ലാം ചെയ്താൽ അത്യാവശ്യം 2 to 3 വീക്സിൽ അവർ ബെറ്റർ ആവും. സെക്കൻഡ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അവർ യൂഷ്വലി അവർക്ക് അത്യാവശ്യം റെസ്ട്രിക്ഷൻസും മൂവ്മെൻറ്റ് കൂടുതലായിരിക്കാം. പിന്നെ പെയിനും ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ സിവിയറിറ്റി പെയിൻ്റെ കൂടുതലായിരിക്കും. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ യൂഷ്വലി മെഡിക്കേഷൻസിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിയും കൂടെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു 2 വീക്സ് ഇൻഫ്ലാമേറ്ററി സ്റ്റേജ് കുറയാൻ വേണ്ടി മെഡിക്കേഷൻസും കാര്യങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പേഷ്യൻസിന് ഞാൻ ഫിസിയോതെറാപ്പിന്ന് അഡ്വൈസ് ചെയ്യും. ഒരു 1 മന്ത് ഒരു അഗ്രസീവോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഫിസിയോതെറാപ്പി നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് കുറച്ചുകൂടെ ബെറ്റർ ഫീൽ ചെയ്യും. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പേഷ്യൻ്റ്, മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് പേഷ്യൻസാണ് നമ്മൾ ഹൈ ഫ്രോസൺ ഷോൾഡർ ഹൈലി ഇൻഫ്ലാമേറ്ററി സ്റ്റേജിലായിട്ട് വരുന്നത്. അവർക്ക് സിവിയർ അല്ലെങ്കിൽ ടോട്ടൽ റെസ്ട്രിക്ഷൻസ് ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അവരുടെ മൂവ്മെൻറ്റ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയാം, തീരെ മൂവ്മെൻറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ ബിക്കോസ് ഓഫ് പെയിൻ. ഷോൾഡറിൻ്റെ ഉള്ളിലെ ക്യാപ്സൂൾ പറഞ്ഞൊരു സാധനത്തിന് നല്ല നീര് വന്ന് അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീര് കുറയാൻ വേണ്ടി ഈ 3rd സ്റ്റേജിലെ പേഷ്യൻസിനോ അല്ലെങ്കിൽ ഇത്ര ഹൈ ഗ്രേഡ് സ്റ്റേജിലെ പേഷ്യൻസിനും നമ്മൾ യൂഷ്വലി സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട്. ആ ജോയിൻറ്റിൽ ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചക്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ അഗ്രസീവ് ഒരു ആക്റ്റീവ് ഫിസിയോതെറാപ്പിയിലേക്ക് ഇടും. ഇനി ഫ്രോസൺ ഷോൾഡർ എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചാൽ ഇനി മോസ്റ്റ് ഓഫ് ദ കോമൺ ഇസ് അൺനോൺ ഇറ്റിയോളജി എന്ന് പറയാം. അതിനൊരു കാരണം പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിസീഡിങ് ട്രോമ, പറഞ്ഞാൽ മുന്നേ ഒരു ട്രോമ വീണിട്ടോ പൊട്ടിയിട്ടോ അവിടെ ഉണ്ടെങ്കിൽ ക്യാപ്സൂളിന് നീര് വരാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് കേസുകളിൽ നമ്മൾ വരുന്ന ഡയബറ്റീസ് ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയും. ഡയബറ്റീസ് പേഷ്യൻസിന് കുറച്ചുകൂടെ കോമൺ ആയിട്ട് ഇത് കാണുന്ന ഒരു അസുഖമാണ്. പേഷ്യൻസിന് മൊബിലിറ്റി ആണ് ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഫ്രോസൺ ഷോൾഡറിൽ. അപ്പോൾ മൊബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യാനാണ് കൂടുതൽ മെയിനായിട്ട് ടാർഗറ്റ് വെക്കുക. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഇൻട്രാർട്ടിക്കുലർ ജോയിൻറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതൊരു സ്റ്റെറൈൽ ടെക്നിക്ക് വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പിൽ തന്നെയാണ് കൊടുക്കുക. ബിക്കോസ് ജോയിൻറ്റ് ഇൻഫെക്ഷൻ അതിനോട് പ്രിവെൻറ്റ് ചെയ്യണം. എസെപ്സിസ് വേയിൽ വേണം കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പം ഫ്രോസൺ ഷോൾഡേഴ്സ് പേഷ്യൻസിന് ഇവിടെ മാർക്ക ഡയഗ്നോസ്റ്റിക് പോളിക്ലിനിക് തൃശ്ശൂരിൽ നമ്മൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പിൽ ഇൻഫിൽട്രേഷൻസും ഇഞ്ചക്ഷൻസും ചെയ്യുന്നുണ്ട്. അത് ജോയിൻറ്റ് ഇഞ്ചക്ഷൻസ് നമ്മൾ അവർക്ക് ഷോൾഡർ ജോയിൻറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്ത് ഫിസിയോതെറാപ്പി അഗ്രസീവ് ഫിസിയോതെറാപ്പിയിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് I have shared with you knowledge of frozen shoulder. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. So I am signing off. Dr. Anurag Nair, consultant orthopedics, trauma, arthroscopic and joint replacement surgeon, Marka Diagnostics and Polyclinic Thrissur. Thank you.